കൈ തൊഴുന്നേൻ കൈ തൊഴുന്നേൻ സ്വർഗീയ മുത്തേ കൈ തൊഴുന്നേൻ കൈ തൊഴുന്നേൻ കൈ തൊഴുന്നേൻ സ്വർഗീയ മുത്തേ കൈ തൊഴുന്നേൻ കൈ തൊഴുന്നേൻ കൈ തൊഴുന്നേൻ. സത്യവും നീതിയും ഞങ്ങൾ കരുളിയ നിത്യനിലാവേ കൈ തൊഴുന്നേൻ. സത്യവും നീതിയും ഞങ്ങൾ കരുളിയ നിത്യനിലാവേ കൈ തൊഴുന്നേൻ. ആത്മാവിലാനന്ദധാര ചൊരിയുന്ന സ്നേഹസ്വരൂപനെ കൈ തൊഴുന്നേൻ. ആത്മാവിലാനന്ദധാര ചൊരിയുന്ന സ്നേഹസ്വരൂപനെ കൈ തൊഴുന്നേൻ. ദയവനാം ഗുരുവരന്റെ കരുണയല്ലാതെ എനിക്കൊന്നുമില്ലേ. സർവശക്തനാകുന്ന ഉടമസ്ഥന്റെ കരുണ, അതിൻ്റെ വലിപ്പം നമുക്ക് വർണ്ണിക്കാവുന്നതല്ല. ആദിയന്തമില്ലാത്ത തൻ്റെ കരുണ അതിനും ആദിയന്തമില്ലാത്തതാണ്. നമ്മൾ പലപ്പോഴും കരുണ എന്ന വാക്ക് ഉപയോഗിക്കുകയും പല കീർത്തനങ്ങളിൽ പാടുകയും ചെയ്യുന്നു. പക്ഷെ എത്രത്തോളം ഓരോ ആത്മാവും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, എത്രത്തോളം അത് മനസ്സിലാക്കുന്നുണ്ട് എന്നെനിക്ക് ബോധ്യമില്ല. കാരണം അളവില്ലാത്ത, അതിർത്തിയില്ലാത്ത, തന്നോളം തന്നെ വലിപ്പം തൻ്റെ കരുണയ്ക്കുണ്ട്. ഒരു വിധത്തിലും നമുക്ക് വർണ്ണിച്ച് പൂർത്തീകരിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള തൻ്റെ കരുണ, യാതൊരു ഭേദബുദ്ധികളുമില്ലാതെ ആരോടും ആർക്കും ദാനം ചെയ്യുന്ന കരുണ. ഈ ലോകത്തിന്റെ നിലനിൽപ്പ് തന്നെ തൻ്റെ കരുണയാണ്. ലോകത്തിൽ ജന്മങ്ങളായി നിലകൊള്ളുന്നവരുടെ ജന്മങ്ങളെല്ലാം തൻ്റെ കരുണയാണ്. ഏറ്റവും പ്രത്യേകിച്ച് മനുഷ്യജന്മം ലഭിച്ചിരിക്കുന്നത് ഏറ്റവും വലിയ കരുണയാണ്. അതിന് വലിപ്പ വ്യത്യാസമൊന്നുമില്ല എങ്കിൽ പോലും അത് മഹനീയമായി തന്നെ കരുതേണ്ടതാണ്. കാരണം
അണുവായി തുടങ്ങിയ സമയം മുതൽ ഈ മനുഷ്യ ജന്മത്തിൽ എത്തുന്നത് വരെ എത്രയോ ജന്മങ്ങൾ, എത്രയോ യുഗങ്ങൾ നിന്നെ കരുതി രക്ഷിച്ച് വളർത്തിയത് കൊണ്ടാണ് നീ ഇന്ന് മനുഷ്യനായി ലോകത്തിൽ നിലനിൽക്കുന്നത് എന്ന് നീ ചിന്തിച്ച് മനസ്സിലാക്കുമ്പോൾ അത് വലിയ കരുണ തന്നെയാണ്. അതാണ് അതിൻ്റെ വലിപ്പം. അല്ലാതെ കരുണയുടെ വലിപ്പം നിശ്ചയിക്കാൻ പറ്റുന്നതല്ല. അങ്ങനെ ഓരോ വിധത്തിൽ കരുണയെക്കുറിച്ച് ചിന്തിച്ചാൽ നമുക്ക് വർണ്ണിച്ചു തീർക്കാൻ കഴിയില്ല. ഇപ്പോൾ നമ്മൾ ഈ മഹാരോഗം വന്ന് ലോകം മുഴുവൻ അടയ്ക്കപ്പെട്ടു. അവിടെവിടങ്ങളിലായി പല ഭാഗത്ത് തുറന്നു, വീണ്ടും അടച്ചു. അങ്ങനെയൊക്കെയുള്ള ഒരു അരക്ഷിതാവസ്ഥ നിലനിൽക്കുന്ന ഈ സന്ദർഭത്തിലാണ് ഏറ്റവും കൂടുതൽ ഭാരതത്തിൽ കൊറോണ ബാധിതരുള്ളത് മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഗുജറാത്ത്, തമിഴ്നാട് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതലുള്ളത്. ആ സമയത്താണ് നമ്മുടെ ഗോപുരം പണിക്കാരെ നമ്മൾ തമിഴ്നാട്ടിൽ നിന്നും 10-13 പേരെ ഇവിടേക്ക് കൊണ്ടുവരാൻ വേണ്ടി തീരുമാനിച്ചു. വളരെയേറെ ആശങ്കകളുണ്ടായി, സംശയങ്ങളുണ്ടായി, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ തോന്നിച്ചു. പക്ഷേ ഏതായാലും കൊണ്ടുവരിക തന്നെ. വന്നാൽ 10-15 ദിവസം ഇവിടെ ഇരിക്കണം, അവർക്ക് ചെലവിന് കൊടുക്കണം, എല്ലാ കാര്യങ്ങളും അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ. അപ്പോൾ അത്രയും ദിവസം കഴിഞ്ഞാൽ നമുക്ക് പണി തുടങ്ങാമല്ലോ എന്നുള്ള ആഗ്രഹത്തോടു കൂടി അവരെ ഇവിടേക്ക് വരുത്തുകയും അതിനുവേണ്ടി ഓരോരുത്തരും സങ്കല്പിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രത്യേകമായ സങ്കല്പ പ്രാർത്ഥനകൾ നടത്തുകയൊക്കെ ചെയ്തു. കഴിഞ്ഞ ദിവസം ടെസ്റ്റ് റിപ്പോർട്ട് നമുക്ക് ഒഫീഷ്യലായിട്ട് രേഖാമൂലം കിട്ടിയിട്ടില്ല, എങ്കിലും അവർ വിളിച്ച് പറഞ്ഞതനുസരിച്ച് ആ 13 പേർക്കും ഈ രോഗബാധ ഇല്ല എന്നുള്ള സന്തോഷം നമുക്കറിയാനിടയായി. അത് ഏറ്റവും വലിയ കാരുണ്യമാണ്. കാരണം തമിഴ്നാടിനെ കുറിച്ച് നിങ്ങളെല്ലാം പത്രം വായിക്കുന്നവരും മറ്റു ന്യൂസ് കാണുന്നവർക്കെല്ലാം അറിയാം. ഇപ്പോൾ അവിടെ സമ്പൂർണ്ണമായ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിരിക്കുന്ന സമയമാണ്. അത്ര പടർന്നു പിടിച്ചിരിക്കുകയാണ് ഈ രോഗം. ഈ സന്ദർഭത്തിൽ അവിടെ നിന്ന് വന്ന ഇത്രയും പേരെ സത്യത്തിൽ അവർക്ക് ഇല്ലായിരുന്നു എന്ന് നിശ്ചയിക്കാൻ പറ്റില്ല. പല ആളുകൾ എന്നോട് പറഞ്ഞ് അവർക്ക് കാണും, ഉറപ്പിച്ചു പറഞ്ഞു. കാരണം അങ്ങനത്തെ പ്രദേശത്തു നിന്നാണ് അവർ വന്നത്. പക്ഷേ കലിയുഗത്തിലെ അവതാരം തൻ്റെ നാവുകൊണ്ട് ഓതിത്തന്ന തിരുനാമ സങ്കീർത്തനങ്ങൾ ഈ സന്നിധാനത്തിൽ ഇരുന്നു കൊണ്ട് കീർത്തിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നതും പ്രത്യേകമായി നടത്തിയ സങ്കല്പത്തിൻ്റെ ശക്തിയും ഇതെല്ലാം ആയിരിക്കുന്ന സാധുക്കളിലേക്ക് ഇങ്ങനെ അലയായി ചെന്നുകൊണ്ടേയിരുന്നു. അന്ധകാരമകറ്റുന്ന അഖിലേശ ശുഭാനന്ദ ബന്ധുവായി കൂടെ വാഴും ജഗദീശ്വര കൂടെ
ജഗദീശ്വരാ ശക്തി സമ്പൂർണനാകുന്ന സദ്ഗുരുവേ അങ്ങേ പാദം ശക്തി സമ്പൂർണനാകുന്ന സദ്ഗുരുവേ അങ്ങേ പാദം ശക്തി സമ്പൂർണനാകുന്ന സദ്ഗുരുവേ അങ്ങേ പാദം ശക്തി സമ്പൂർണനാകുന്ന ഭക്തിയായി നമിക്കുന്നു ശക്തി സമ്പൂർണനാകുന്ന സദ്ഗുരുവേ അങ്ങേ പാദം ശക്തി ഭക്തിയായി നമിക്കുന്നു ജ്ഞാന സമ്പൂർണനായ സദ്ഗുരുവേ അങ്ങേ പാദം ജ്ഞാന ജ്ഞാന സമ്പൂർണനായി വന്ന സദ്ഗുരുവേ അങ്ങേ പാദം ജ്ഞാനദായിയായി നിന്നു നമിക്കുന്നു ജ്ഞാന സമ്പൂർണനായി വന്ന സദ്ഗുരുവേ അങ്ങേ പാദം ജ്ഞാന സമ്പൂർണനായി വന്ന ജ്ഞാനദായിയായി നിന്നു നമിക്കുന്നു കൈവിടാതെ കാത്തുകൊള്ളുക സദ്ഗുരുവേ എന്നെ എന്നും കൈവിടാതെ കാത്തുകൊള്ളുക സദ്ഗുരുവേ എന്നും കൈവിടാതെ കാത്തുകൊള്ളുക സദ്ഗുരുവേ എന്നെ എന്നും കൈവിടാതെ ആനന്ദത്തിൽ നിത്യമെന്നെ വളർത്തിയിടണേ ആനന്ദത്തിൽ നിത്യമെന്നെ വളർത്തിയിടണേ ആനന്ദത്തിൽ നിത്യമെന്നെ അപ്പോൾ തൻ്റെ ആ ദിവ്യമായ തിരുനാമ സങ്കീർത്തനങ്ങളും തൻ്റെ സന്യാസ പരമ്പരകളുടെയും ഭക്തസന്താനങ്ങളുടെയും സങ്കല്പത്തിന്റെ ശക്തിയും ഏകീഭവിച്ച് നിന്നുകൊണ്ട് ആ ഭാരോഗം സാധുക്കളിൽ നിന്ന് ഒഴിവായി എന്ന് തന്നെ വേണം നമ്മൾ വിശ്വസിക്കാൻ. അതാണ് സത്യം. കാരണം ഒരു കാരണവശാലും ആ പ്രദേശത്ത് നിന്ന് വരുന്ന ആർക്കും തന്നെ ഈ രോഗബാധ ഇല്ലാത്തവരില്ല. പക്ഷേ ഈശ്വരൻ കരുണയോടുകൂടി അത് ഒഴിവാക്കി നമ്മളെ രക്ഷിച്ചു, അവരെ കരുതി ആ ശില്പികളിൽ കൂടി നമ്മുടെ മഹാഗോപുരത്തിന്റെ നിർമ്മാണം പുനരാരംഭിച്ചു. ഇനി അത് പൂർത്തീകരിച്ച് അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന സമയം വരെയും ഒരു തടസ്സവും മുടക്കവും ഉണ്ടാകാതെ സർവപ്രപഞ്ച പ്രകൃതികളും തുണയായി നിന്നുകൊണ്ട്
ദേവീദേവന്മാരും ഭൂതപരിവാരങ്ങളും തുണയായിരുന്നുകൊണ്ട് അത് പൂർത്തീകരിക്കുവാൻ ഈശ്വരൻ നമ്മളെ അനുഗ്രഹിക്കുവാനായിട്ട് സർവശക്തിയുടെ മഹാകാരുണ്യവും അനുഗ്രഹവും ഉണ്ടാകട്ടെ. നമ്മുടെ നിയമപ്രകാരം ഭഗവാൻ തിരുവവതാരമായി വന്ന് കലിയുഗത്തിലെ സമ്പൂർണമായ മോക്ഷത്തിന് വേണ്ടി പ്രദാനം ചെയ്തിരിക്കുന്ന ഈ ഞായറാഴ്ച ആരാധന ഇപ്രകാരം ഭക്തസന്താനങ്ങൾ കുറവാണെങ്കിലും ദേവാസികളും സന്യാസ പരമ്പരകളും ചേർന്നിരുന്നു കൊണ്ട് നമ്മൾ നടത്തുന്നു. ഇത് ഈശ്വരൻ സ്വീകരിച്ച് ഇതിന്റെ സൽഫലങ്ങളും ലോകത്തിൽ നിന്ന് ഈ മഹാമാരിയെ മാറ്റി ശാന്തമായ അവസ്ഥയിൽ സ്വതന്ത്രമായ അവസ്ഥയിൽ ലോകം തുറന്ന് പ്രവർത്തിപ്പിക്കുവാൻ തക്ക വിധത്തിൽ ഈശ്വരൻ കനിഞ്ഞ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഏവരെയും ദർശിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ശാന്തി സ്വരൂപനേ നിത്യാത്മരക്ഷക ശാന്തി സ്വരൂപനേ നിത്യാത്മരക്ഷക ശാന്തി സ്വരൂപനേ നിത്യാത്മരക്ഷക ശാന്തി സ്വരൂപനേ നിത്യാത്മരക്ഷക രക്ഷിപ്പാൻ വേണ്ടി വന്നുദയമായ ദൈവമേ രക്ഷിപ്പാൻ വേണ്ടി വന്നുദയമായ ദൈവമേ രക്ഷിപ്പാൻ വേണ്ടി വന്നുദയമായ ദൈവമേ രക്ഷിപ്പാൻ വേണ്ടി വന്നുദയമായ ദൈവമേ മായാബന്ധങ്ങളും മാലിന്യങ്ങളെയും മായാബന്ധങ്ങളും മാലിന്യങ്ങളെയും മാറ്റി രക്ഷിക്കുവാൻ വന്നുദിച്ച ദൈവമേ മാറ്റി രക്ഷിക്കുവാൻ വന്നുദിച്ച ദൈവമേ മാനസ ചിന്തയാ നേരിടുന്ന മാലിന്യം മാനസ ചിന്തയാ നേരിടുന്ന മാലിന്യം മാനസ ചിന്തയാ നേരിടുന്ന മാലിന്യം മാനസ ചിന്തയാ നേരിടുന്ന മാലിന്യം ശുദ്ധമായ ചിന്തയാ മാറ്റിടുന്ന ദൈവമേ ശുദ്ധമായ ചിന്തയാ മാറ്റിടുന്ന ദൈവമേ സത്യം പരിശുദ്ധിയും ഉൾക്കൊള്ളുവാൻ നൽകി നീ സത്യം പരിശുദ്ധിയും ഉൾക്കൊള്ളുവാൻ നൽകി നീ ഉൾപ്രകാശമായി വാഴും സദ്ഗുരുവേ ദൈവമേ ഉൾപ്രകാശമായി വാഴും സദ്ഗുരുവേ ദൈവമേ സത്യരൂപ ചിത്സ്വരൂപ നിത്യമങ്ങേ വാഴ്ത്തുന്നേ സത്യരൂപ ചിത്സ്വരൂപ നിത്യമങ്ങേ വാഴ്ത്തുന്നേ നിത്യമെന്നെ ആനന്ദിക്കാനന്ദ സുഖാനന്ദ നിത്യമെന്നെ ആനന്ദിക്കാനന്ദ സുഖാനന്ദ നിത്യമെന്നെ ആനന്ദിക്കാനന്ദ സുഖാനന്ദ നിത്യമെന്നെ ആനന്ദിക്കാനന്ദ സുഖാനന്ദ. വർണ്ണമനോഹരമായി നിലനിർത്തിയിരിക്കുന്ന ഈ ലോകം മനോഹരമായി നിലനിർത്തിയിരിക്കുന്ന ഈ ലോകം വെറും നരകത്തിൽ നിന്നുണ്ടാക്കിയെടുത്തതാണ്. ഒരു നരകത്തിൽ നിന്നുണ്ടാക്കിയിട്ട് ഇതിനെ കണ്ട് ഭ്രമിച്ചാണ് ആത്മലോകം മയങ്ങി ജീവിക്കുന്നത്. ഇതിനെ കണ്ട് ഭ്രമിക്കാൻ ആത്മലോകമായി ജീവിക്കുന്നു. അത് ഈശ്വരന്റെ ഒരു കളിവിളയാട്ടമാണ്, ഈശ്വരന്റെ ഒരു കളിവിളയാട്ടം, തന്റെ മായാജാലമാണ്. തന്റെ മായാജാലം. എന്തിനു വേണ്ടി? ഇതിനു വേണ്ടി ഈ സൃഷ്ടി ഉണ്ടാകണമെന്നും ഈ സൃഷ്ടി ഉണ്ടാകണമെന്നും അതിനിപ്രകാരമൊക്കെ വേണമെന്നും അതിന് ഇപ്രകാരമൊക്കെ വേണമെന്നും ഇതിന്റെ പരിപൂർണത ആനന്ദമാണെന്നും ഇതിന്റെ പരിപൂർണത ആനന്ദമാണ്. തിരിച്ച് ഈ ആത്മാക്കളെ എല്ലാം ആനന്ദത്തിൽ ചേർക്കണമെന്നും തിരിച്ച് ഈ ആത്മാക്കളെല്ലാം ആനന്ദത്തിൽ ചേർക്കണമെന്നും തന്റെ ചിന്തയിലൂടെ താൻ തീരുമാനിച്ചതാണ്. തന്റെ ചിന്തയിലൂടെ താൻ തീരുമാനിച്ചത്. അണു മുതൽ അഖിലാണ്ടം വരെയുള്ള സർവ്വതും ആ ചിന്തയിൽ ഉണ്ടായതാണ്. അതുകൊണ്ട് അജ്ഞാനം വരെയുള്ള സർവ്വതും ആ ചിന്തയിൽ ഉണ്ടായതാണ്. അണു തുടങ്ങി അഖിലാണ്ടം വരെയുള്ള സർവ്വതും ആ ചിന്തയാൽ ഉണ്ടായതാണ്. താൻ സ്വസ്ഥനായി ആ ബോധരൂപമായി നിന്നിരുന്ന ഏകശക്തിയായി നിന്നിരുന്ന ആ സമയത്ത്
ചെല്ലുന്ന ആ സമയത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല. ഒന്നും ഉണ്ടായിരുന്നില്ല. താനല്ലാതെ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. താനല്ലാതെ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടെ നിന്ന് താൻ ആരാണെന്ന് ചിന്തിച്ചപ്പോഴാണ് മനസ്സുണ്ടായത്. താൻ ആരാണെന്ന് ചിന്തിച്ചപ്പോഴാണ് മനസ്സുണ്ടായത്. ആ മനസ്സിലാണ് ഈ ലോകത്തെ കുറിച്ച് ചിന്തിച്ചത്. ആ മനസ്സിലേക്കൊണ്ടാണ് ഈ ലോകത്തെ ഈശ്വരൻ ഏക സ്വരൂപനായി ഏകാന്ത ചിന്തയിൽ വാണിരുന്നു. ഈശ്വരൻ ഏകസ്വരൂപനായി ഏകാന്ത ചിന്തയിൽ വാഴുന്നു. ആ ഏകാന്ത ചിന്ത ചെയ്തതിന്റെ ഫലമാണ് ഈ സൃഷ്ടിലോകമാകമാൻ. ആ ഏകാന്ത ചിന്ത ചെയ്തതിന്റെ ഫലമാണ് ഈ സൃഷ്ടിലോകം. ആ ചിന്തയിൽ അഥവാ സങ്കല്പ വേദിയിൽ ആ ചിന്തയിൽ അഥവാ സങ്കല്പവേദി ഇതെല്ലാം താൻ സ്വരൂപിച്ചെടുത്തു. ഇതെല്ലാം താൻ സ്വരൂപിച്ചു. എന്തെല്ലാം വേണമെന്ന് തീരുമാനം ചെയ്തു. ഇതെല്ലാം വേണം തീരുമാനിച്ചു. എങ്ങനെയെല്ലാം നടത്തണമെന്ന് തീരുമാനം ചെയ്തു. ഇതെല്ലാം നടത്തണമെന്ന് അതിനൊരു ഉപകരണം വേണം. അതിനൊരു ഉപകരണം അതിനുവേണ്ടിയാണ് അതിനുവേണ്ടിയാണ് താൻ ഈ നരകത്തെ സ്വീകരിച്ച് ഈ മായാലോകം സൃഷ്ടിച്ചിരിക്കുന്നത്. താൻ ഈ നരകത്തെ സ്വീകരിച്ച് മായകളെ സൃഷ്ടിച്ചു. അപ്പൊ ഈ നരകത്തിൽ ഈ നരകത്തിൽ ഇതൊന്നും ഉണ്ടായതാണെന്നുള്ള ബോധമില്ലാതെ, ഇതൊന്നും ഉണ്ടായതാണെന്നുള്ള ബോധമില്ലാതെ, ഇതെല്ലാം സ്ഥിരമായി നിലനിൽക്കുന്നതാണെന്നും, ഇതെല്ലാം സ്ഥിരമായി ഇവിടെ നിലനിൽക്കുന്നതാണ്. ഇത് ഈ ശരീരം പോലും നഷ്ടമാകുന്നതല്ലെന്നും ശരീരം പോലും നമ്മൾ നഷ്ടമാകുന്നതല്ലെന്നും ഒക്കെയുള്ള തോന്നലോടുകൂടിയാണ് ഒക്കെയുള്ള ഈ തോന്നലോടുകൂടിയാണ് മായാഭ്രമത്തിലാണ് ഈ മായാഭ്രമത്തിലാണ് മനുഷ്യൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താണ്? കാരണം എന്താണ്? നരകത്തിൽ നിന്ന് എടുത്ത ശരീരത്തിനുള്ളിൽ ഈ മനസ്സ് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. നരകത്തിൽ നിന്ന് എടുത്ത ശരീരത്തിനുള്ളിൽ ഈ മനസ്സ് പ്രവർത്തിക്കുന്നത്. സ്ഥിരമായി ചലിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സ്, സ്ഥിരമായി ചലിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സ് ഒരിക്കലും ഒന്നിലേക്ക് ഉറപ്പിക്കാൻ അനുവദിക്കില്ല. ഒരിക്കലും ഒന്നിലേക്ക് ഉറപ്പിക്കാൻ അനുവദിക്കുകയില്ല. സ്ഥിരമായി ഒന്നിലും ഉറപ്പിക്കാൻ ഈ മനസ്സ് അനുവദിക്കില്ല. സ്ഥിരമായി ഒന്നിൽ ഉറപ്പിക്കാൻ ഈ മനസ്സ് അനുവദിക്കുകയില്ല. അപ്പോൾ ആ സ്ഥിരമായ ഉറപ്പുണ്ടാകാതെ ഒരിക്കലും ഈ മായയെ അറിയാനും കഴിയില്ല. സ്ഥിരമായ ഉറപ്പുണ്ടാകാതെ ഒരിക്കലും ഈ മായയെ അറിയാനും സാധ്യമല്ല. മായയെ അറിയാതെ മായയ്ക്ക് ഉള്ളിൽ വസ്തു ഉണ്ടെന്ന് എങ്ങനെ അറിയും? മായ അറിയാതെ മായയ്ക്കുള്ളിൽ വസ്തുണ്ടെന്ന് എങ്ങനെ അറിയും? അപ്പോൾ മായാസംഹാരിയാകുന്ന ഈശ്വരൻ തന്നെ അതിന് അവതാരമായി വരേണ്ടി വന്നു. മായാസംഹാരിയാകുന്ന ഈശ്വരൻ തന്നെ നിരോധാരമായി വന്ന് ഈ മനസ്സിനെ കുറിച്ചും ഈ ശരീരത്തെ കുറിച്ചും ഈ നരകലോകത്തെ കുറിച്ചും ഇതിനെല്ലാം ഉടമസ്ഥനായി നിൽക്കുന്ന പരമാത്മാവിനെ കുറിച്ചും പരമാത്മാവിന്റെ അംശമായ ജീവാത്മാവിനെ കുറിച്ചും വളരെ വ്യക്തമായി പരിശുദ്ധ ജ്ഞാനത്തിലൂടെ ആത്മാക്കളിലേക്ക് ബോധ്യപ്പെടുത്തിയപ്പോഴാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായ ലോകമാണ് ഇന്നത്തെ മനുഷ്യാത്മാക്കൾക്ക് തിരിഞ്ഞത്. അപ്രകാരം മനസ്സിലാക്കുവാൻ ജഗദീശ്വരൻ തന്നെ താണിറങ്ങി വരേണ്ടി വന്നു. അല്ലെങ്കിൽ ഒരിക്കലും ഈ നരകത്തിൽ നിന്ന് ആത്മാക്കളെ വീണ്ടെടുക്കാൻ കഴിയില്ല. കാരണം മനസ്സൊന്നില്ലാത്ത മനുഷ്യനില്ല. ഈ മനസ്സിന്റെ ചലനമാണ് ലോകമുള്ളതായി തോന്നിക്കുന്നത്. മനസ്സിന്റെ ചലനമറ്റാൽ പിന്നെ ലോകമില്ല. ഈ പ്രപഞ്ചത്തിൽ ഒരു ശരീരം സ്വീകരിച്ച് ജീവിക്കുന്ന ഒരു ആത്മാവ് ഈ മനസ്സിന്റെ ചലനം എപ്പോൾ നിലയ്ക്കുന്നു അപ്പോൾ പിന്നെ അവന് ലോകമില്ല. ഈ മനസ്സിന്റെ ചലനം കൊണ്ടാണ് ലോകമുള്ളതായി തോന്നുന്നത്. ഈ ചലനത്തെ വേണ്ട വിധത്തിൽ നിയന്ത്രിച്ച് ആത്മാവിന്റെ ഗതിവിഗതികൾക്ക് അനുസരണമായി നിലനിർത്തുമ്പോൾ ആ മനസ്സിൽ കൂടി തന്നെ ആത്മാവിനെ കാണാനുള്ള കാഴ്ച ഉണ്ടാകും. അതിനുള്ള ഒരു ശ്രമം നടത്തുമ്പോൾ ഈ ആത്മാവിനെ കാണാൻ വേണ്ടി ആത്മാവ് പരിശ്രമിക്കുമ്പോൾ ആത്മനാഥന്റെ ജ്ഞാനം ഗ്രഹിച്ച് ആത്മാവിനെ കാണുവാൻ ഒരു ആത്മാവ് പരിശ്രമം തുടങ്ങുമ്പോൾ അപ്പോൾ തന്നെ വലിയ 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 മാറ്റങ്ങൾ ലോകത്തിൽ കണ്ടു തുടങ്ങും. ബുദ്ധികളൊക്കെ ആദ്യം മാറിപ്പോകും. ശത്രുവൈരാഗ്യങ്ങളൊക്കെ അകന്നുപോകും. ഞാനെന്നും നീയെന്നും പറഞ്ഞിരുന്നതൊക്കെ ഒന്നാണെന്നുള്ള തോന്നലുണ്ടാകും. ഒരു തോന്നലുണ്ടാകും. അങ്ങനെ ഓരോന്നോരോന്ന് പടിപടിയായി ഉയർന്നു വരുമ്പോൾ ഈ ലോകത്തിൽ സാധാരണയായി ജീവിക്കുന്നവർ
ജാതിചിന്തയില്ലാതെ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ അയാളെയും ലോകം അംഗീകരിക്കാൻ തുടങ്ങും. അതുപോലെ പരസ്പരം സഹായിക്കുന്ന ഒരു ഏകതാഭാവത്തിലേക്ക് എത്തിയ ഒരാളിനെ കാണുമ്പോൾ അവിടെയും ദൈവഗുണത്തെ ദർശിക്കും. സാധാരണ മനുഷ്യൻ ആളിൽ ദൈവഗുണത്തെ ദർശിക്കും. അപ്പോൾ അയാളെ അംഗീകരിക്കാനും ആരാധിക്കാനും തുടങ്ങും. അതിന്റെ അടുത്ത പടി ആരെയും ഒന്നുപോലെ കാണുവാൻ, സ്ത്രീ പുരുഷ ഭേദമില്ലാതെ കാണുവാൻ കഴിയുന്ന ഒരു കാഴ്ചയുള്ള ഒരാളുണ്ടാകും. ഒരവസ്ഥയുണ്ട്. ആ അവസ്ഥയിലെത്തിയ ഒരാളിനെ കാണുമ്പോൾ അവിടെയും ദൈവഗുണമാണ് കാണുന്നത്. ആ ദൈവമായി തന്നെ ആരാധിക്കാൻ ആത്മാക്കൾ സജ്ജരാകും. തയ്യാറാകും. അങ്ങനെ ഓരോ പടിയനുസരിച്ച് ഇങ്ങനെ ഉയർച്ച ഉണ്ടായി വരുമ്പോൾ ഇതൊന്നും പൂർണ്ണമാകുന്നില്ല. ലോകത്തിൽ സാധാരണ ജനങ്ങളുടെ ഇടയിൽ ഈ പറഞ്ഞ ആളുകളെല്ലാം ഉന്നതന്മാരാണ്. മോശക്കാരല്ല. മോശക്കാരാണെന്നല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ പടിപടിയായി അവരിലേക്ക് ഉയർച്ച ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ദൈവം എന്ന് പറയുന്ന വസ്തു അതിനെ ഒരു രൂപത്തോടും താതാത്മ്യം പ്രാപിപ്പിക്കാൻ പറ്റുന്നതല്ല. അതിനോട് ഉപമിക്കാൻ പറ്റുന്നതുമല്ല. ആ നിരുപമമായ വസ്തുവാണ് ദൈവം. നിർഗുണമായ വസ്തുവാണ്. നിർവികാരമായ വസ്തുവാണ്. നിർമ്മലമായ വസ്തുവാണ്. നിശ്ചലമായ വസ്തുവാണ്. മനസ്സിന്റെ നിയന്ത്രണത്തിലൂടെ അറിവിൽ കൂടി വളർന്നു വരുന്ന ഓരോരുത്തരിൽ വന്ന മാറ്റങ്ങളാണ് ഞാൻ പറഞ്ഞത്. അതിനൊന്നും പരിപൂർണതയിലാകുന്നില്ല. പരിപൂർണതയാകണമെങ്കിൽ ഈ കാണുന്ന സമസ്ത പ്രപഞ്ച പ്രകൃതികളും ബ്രഹ്മരൂപമാണെന്ന് കാണാനുള്ള കാഴ്ച ഉണ്ടാകുന്ന ഒരാൾ മാത്രമേ പൂർണ്ണനാകുന്നുള്ളൂ. ആ ആള് മാത്രമേ പൂർണ്ണനാകുന്നുള്ളൂ. അങ്ങനെ കാണാനുള്ള കാഴ്ച ലഭിക്കുന്നവൻ ദൈവം തന്നെയാണ്. ദൈവത്തിന് മാത്രമേ അത് കാണാൻ കഴിയുന്നുള്ളൂ. നരശരീരത്തിൽ ജീവിക്കുന്ന മനുഷ്യാത്മാവിന് അത് കഴിയുന്നില്ല. ആ കാഴ്ചയിൽ എത്താൻ വേണ്ടി പരിശ്രമിച്ചവർ എഴുതി വെച്ചിരുന്നതൊക്കെ വായിച്ച അറിവിൽ കൂടി ജീവിക്കുന്നു എന്നേ ഉള്ളൂ. ആ അറിവിൽ കൂടി ജീവിക്കുന്നു എന്നേ ഉള്ളൂ. അത് അവനവന്റെ അനുഭവമായി വരുന്നത് വരെ ആ ആൾ അതിൽ എത്തിയിട്ടില്ല. ഒരിക്കലും എത്തിയിട്ടില്ല. ആ ഉന്നതമായ ഒരു ഇലക്ട്രോണിക്സ് ഉപകരണം, ഇലക്ട്രോണിക്സ് ഉപകരണം ചെയ്യാനുള്ള സാമഗ്രികളെല്ലാം ഒരാൾ പറഞ്ഞു കൊടുത്തു. അത് ചെയ്യേണ്ട വിധം ചിത്രം വരച്ചു കൊടുത്തു. അതിന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അതെല്ലാം പരിപൂർണമായി മനസ്സിലാക്കി. അത് കേട്ട് ആ സാധനങ്ങളുമായി വീട്ടിൽ ചെന്നു. ഭാര്യയെ വിളിച്ചടുത്തിരുത്തി അതിന്റെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് ഭാര്യയോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇന്ന വിധത്തിൽ ഇത് ചെയ്തു കൊണ്ടുവന്നാൽ ഇത്ര കിലോമീറ്റർ ദൂരം ഇരിക്കുന്ന കാര്യങ്ങൾ വരെ നമുക്ക് ഇവിടെ നിന്ന് കാണാം എന്ന് വളരെ വിശദമായി പറഞ്ഞ് മനസ്സിലാക്കി. അപ്പോ അത് കേട്ട് ഭാര്യയ്ക്ക് വളരെ സന്തോഷമുണ്ടായി. ഓ, എന്റെ ഭർത്താവിന് ഇങ്ങനെയുള്ള അറിവുണ്ടല്ലോ, ഇങ്ങനെയുള്ള കഴിവുകളൊക്കെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് ഭാര്യ പലരോട് പറഞ്ഞു. ഓ, പലരും പറഞ്ഞു ഈ ആളിന് ഇങ്ങനെ ഒരു കഴിവുണ്ടാകുന്ന മനസ്സിലായി. അങ്ങനെ കേട്ടറിഞ്ഞ് പലരും ഈ ആളിനെ കാണാൻ. പക്ഷെ ഈ ആൾ ഇതുവരെ ഈ സാധനം ഉണ്ടാക്കിയിട്ടില്ല. ഈ അനുഭവം ഉണ്ടായി
കഴിയുമ്പോൾ മാത്രമേ അതിന്റെ ഉദ്ദേശ ലക്ഷ്യം അനുഭവപ്പെട്ട് കഴിയുമ്പോൾ ആ അറിവ് ആ ആളിൽ അനുഭവമായി എന്ന് പറയാൻ കഴിയും. ഇതുപോലെ ആത്മാവിനെ തെളിയിക്കുവാൻ, ആത്മകാഴ്ച ദാനം ചെയ്യുവാൻ, ആത്മപ്രകാശം ദാനം ചെയ്യുവാൻ പുരുഷൻ അവതരിച്ച് ലോകത്തിൽ വന്ന് ആ തെളിയിക്കുന്ന തെളിവുകൾ കേട്ടതുകൊണ്ട് കാര്യമില്ല, അത് ഗ്രഹിച്ച് മനനം ചെയ്ത് അത് ആത്മാവിന്റെ രൂപമാക്കി തീർത്ത് ആ അതാരിൽ കാണുന്ന ഗുരുരൂപത്തെ അതോട് ചേർന്ന് നിന്ന് ലയിച്ച് ആനന്ദിക്കുന്ന അനുഭവത്തിൽ എത്തിച്ചേരണം. ആ ആനന്ദത്തിൽ എത്തിച്ചേരുന്നവർക്ക് മാത്രമേ ഇതിന്റെ പരമോന്നതമായ അവസ്ഥയിലേക്ക് ഉയരാൻ പറ്റുകയുള്ളൂ. അവരാണ് ഗുരുവിനെ കണ്ട് പരമഗുരുവിനെ കണ്ട് ആത്മജ്ഞാനിയാകുന്ന ഗുരുവിന്റെ തിരുവഴികളിൽ കൂടി നിരന്തരമായ അഭ്യസനത്തിലൂടെ പരിശ്രമത്തിലൂടെ നിത്യനിതാന്തമായ പരിശ്രമത്തിലൂടെ ആത്മജ്ഞാനം അവനവനിൽ തെളിയുമ്പോൾ ഗുരുരൂപം അവിടെ കാണുന്നു. അവരാണ് ഗുരുവിനെ കണ്ടേ എന്ന് അവകാശപ്പെടുന്നത്. ആ കാഴ്ചയിലും അനുഭവത്തിലും എത്തിക്കുവാൻ ഉൾക്കാഴ്ചയോടുകൂടി വാഴുന്ന ഉൾപ്രകാശ സ്വരൂപനാകുന്ന ഗുരു ഈ ലോകത്തിൽ വന്ന് അവതാരമായി വാഴുമ്പോൾ കണ്ടും കേട്ടും എന്തെങ്കിലുമൊക്കെ പറഞ്ഞതുകൊണ്ട് ഒരു കാര്യമില്ല. ഈ അറിവിൽ കൂടി സ്ഥിരമായി ജീവിക്കണം. സ്ഥിരമായി ജീവിക്കണം. ആ യാതൊരു ചഞ്ചലങ്ങളും വരാൻ പാടില്ല. ലോകത്തിൽ പല വിധത്തിലുള്ള പോരായ്മകളും തെറ്റുകുറ്റങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ വരും. പലവിധ പരീക്ഷണങ്ങൾ വരും. ആ പരീക്ഷണങ്ങളെല്ലാം അങ്ങനെ മാറ്റി 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 അഥവാ അതിൽ ജയിച്ച് ഉത്തമ ജീവിതം നയിച്ചുകൊണ്ട് ആ പരീക്ഷണങ്ങളെല്ലാം വിജയിക്കണം. ആ വിജയിച്ചു വരുമ്പോൾ ആ ഗുരുനാഥന് ആ ആത്മാവിനോട് കരുണ തോന്നും. ആ കരുണ തോന്നുമ്പോൾ ഉള്ളിലിരുന്നുകൊണ്ട് ഗുരുനാഥൻ തന്നെ അതിനെ ആനന്ദമായി അനുഭവപ്പെടുത്തും. ആ ആനന്ദം ഗുരുനാഥൻ തന്നെയാണ് ദാനം ചെയ്യുന്നത്. അത് നമ്മുടെ ഉള്ളിലേക്ക് ഗുരു ദാനം ചെയ്ത അറിവിന്റെ
വേണ്ടിയാണ് അങ്ങനെയുള്ള അനുഭവത്തിൽ എത്തിക്കാൻ ഈ വേണ്ടിയാണ് ആത്മബോധോദയ സംഘം സ്ഥാപിച്ച് ഈ ആത്മബോധോപദേശം സ്ഥാപിച്ച് ആത്മനാഥൻ തന്നെ പ്രത്യക്ഷമായി നിന്ന് ആത്മാർത്ഥം തന്നെ പ്രത്യക്ഷമായി ലോകത്തിൽ ഇത് പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തിൽ ഇത് പുലർത്തിക്കൊണ്ട് അപ്പോൾ മായാമാലിന്യങ്ങൾ ഒന്നും നമ്മളിലേക്ക് കടന്നു വരാൻ പാടില്ല. മായാമാലിന്യങ്ങളൊന്നും നമ്മൾ കടന്നു വരാൻ പാടില്ല. ഓരോ ജന്മങ്ങൾക്ക് ഓരോ വിധത്തിലുള്ള പ്രത്യേകതകളുണ്ട്. ഓരോ ജന്മങ്ങൾക്ക് ഓരോ വിധത്തിലുള്ള പ്രത്യേകതകളുണ്ട്. ഓരോ വിധത്തിലുള്ള ഗുണങ്ങളുണ്ട്. ഓരോ വിധത്തിലുള്ള ഗുണങ്ങളുണ്ട്. ഓരോ വിധത്തിലുള്ള ശ്രേഷ്ഠതകളുണ്ട്. ഓരോ വിധത്തിലുള്ള ശ്രേഷ്ഠതകളുണ്ട്. അതുപോലെ തന്നെ പല വിധത്തിലുള്ള പോരായ്മകളും. അതുപോലെ തന്നെ പോരായ്മകളുണ്ട്. അതെല്ലാം പരിഹരിക്കാൻ, അതെല്ലാം പോരായ്മകൾ പരിഹരിക്കാനും ശ്രേഷ്ഠതകളെ വർദ്ധിപ്പിക്കാനും സദ്ഗുരുവിൽ നിന്ന് സൽഗുണം ഭവിപ്പിക്കുക അല്ലാതെ വേറെ ഒരു മാർഗവുമില്ല. അപ്പോൾ സദ്ഗുരു സൽഗുണസമ്പൂർണനായി ലോകത്തിൽ വാഴുമ്പോൾ അതിനെ പൂർണ്ണമായി ഗ്രഹിക്കുക, അതിനെ തന്നെ ചിന്തിക്കുക, അതിനെ തന്നെ ആശ്രയിക്കുക, അതിനെ തന്നെ ആരാധിക്കുക, ആ രൂപം നിന്റെ ആത്മാവിന്റെ രൂപമാക്കി തീർക്കുക. അങ്ങനെ ആത്മാവിന്റെ പൂർണ്ണത പരമാത്മാവായി തീരട്ടെ. ആത്മാവിന്റെ പൂർണ്ണത പരമാത്മാവായി തീരട്ടെ. ആത്മാവിന്റെ പൂർണ്ണത പരമാത്മാവായി തീരട്ടെ. ആത്മാവിന്റെ പൂർണ്ണത പരമാത്മാവായി തീരട്ടെ. പരമാത്മാ ചൈതന്യം നിത്യം വർദ്ധിച്ചിടട്ടെ. നിഷ്കളങ്ക ഭക്തിയോടുകൂടി സ്വീകരിച്ച് സ്ഥിരമായി അനുവർത്തിക്കുമ്പോൾ ആത്മാവ് സ്വയം പ്രകാശിക്കുന്ന അവസ്ഥയിൽ എത്തിച്ചേരും. ഇതിനു വേണ്ടിയാണ് ഈ സംഘം നിലനിർത്തിയിരിക്കുന്നത്. ആത്മാവിനെ പരിപൂർണമാക്കി തീർക്കുക, സ്വയം പ്രകാശമുള്ളതാക്കി തീർക്കുക. എന്തിനു വേണ്ടിയാണ്? ആ പരിശുദ്ധ ഹൃദയത്തിൽ എത്തി വസിച്ച് ആനന്ദിക്കാൻ വേണ്ടിയാണ്. ആ പരിശുദ്ധ ഹൃദയമാണ് പരമാത്മാവിന്റെ വാസസ്ഥലം. ആ പരിശുദ്ധ ഹൃദയം കണ്ടാൽ അപ്പോൾ മോഹിക്കും, അപ്പോൾ അവിടേക്ക് കവർന്നെടുക്കും, അവിടെ അധിവസിക്കും, ആനന്ദിക്കും. അങ്ങനെ പരിശുദ്ധ ഹൃദയത്തെ നിർമ്മിച്ചെടുക്കാൻ വേണ്ടിയാണ് ഈ
കലിയുഗത്തിൽ, ഈ കളക്കം നിറഞ്ഞ കലിയുഗത്തിൽ, ഈ നരകത്തിൽ നിന്നുണ്ടാക്കിയിരിക്കുന്ന ഈ നരലോകത്തിൽ, ഈ നരകത്തിൽ നിന്നുണ്ടാക്കിയിരിക്കുന്ന ഈ നരലോകത്തിൽ ഇതിന്റെ എല്ലാം നിർമ്മിതാവായ ഉടമസ്ഥൻ തന്നെ ഇതിന്റെ എല്ലാം നിർമ്മിതാവാകുന്ന ഉടമസ്ഥൻ തന്നെ താൻ ഇറങ്ങി വന്ന് ഇത്ര ത്യാഗം സഹിച്ചുകൊണ്ട് വാഴുന്നത് ത്യാഗം ചെയ്തുകൊണ്ട് വാഴുന്നു. ഈ പരിശുദ്ധ ഹൃദയത്തെ നിർമ്മിക്കാൻ വേണ്ടിയാണ്. പരിശുദ്ധ ഹൃദയത്തെ ആ പരിശുദ്ധ ഹൃദയത്തിൽ പരമാത്മാവാകുന്ന ജഗദീശ്വരൻ അധിവസിച്ച് ആനന്ദിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ആ പരിശുദ്ധ ഹൃദയം ആരൊരുക്കണം? ജീവാത്മാക്കളാകുന്ന നിങ്ങൾ ഓരോരുത്തരും ഒരുക്കണം. ഈ ഒരുക്കമാണ് ഈ പ്രകൃതിയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ജന്മജന്മാന്തരമായി വന്നിരിക്കുന്ന സർവ്വകേടുപാടുകളെയും തീർത്ത് ആത്മപരിശുദ്ധി നൽകി മണിമുത്തു രത്നങ്ങളാക്കി തീർത്ത് ആത്മനാഥൻ അധിവസിച്ച് ആനന്ദിക്കാൻ ഉള്ള പരിശ്രമമാണ് ഈ ലോക സൃഷ്ടി ആരംഭം മുതൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നോളം നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അതിനുവേണ്ടിയാണ് രോഗങ്ങളും ദുഃഖങ്ങളും മനപ്രയാസങ്ങളും പല വിധത്തിലുള്ള പീഡകളും ഒക്കെ ഈ ലോകത്തിൽ നിലനിർത്തിയിരിക്കുന്നത്. ഈ മനസ്താപം ഉണ്ടാകുമ്പോഴേ പലരും ആത്മാവിനെ കുറിച്ച് ചിന്തിക്കുകയുള്ളൂ. ആത്മാവിനെ കുറിച്ച് ചിന്തിക്കുകയുള്ളൂ. അപ്പോൾ മാത്രമേ പരമാത്മാവിനെ അറിയുകയുള്ളൂ. ആ ദുഃഖം വരുമ്പോഴാണ് സുഖത്തെ കുറിച്ച് അന്വേഷിക്കുന്നത്. ഇരുട്ടുള്ളപ്പോഴേ വെളിച്ചത്തെ കുറിച്ച് ചിന്തിക്കുകയുള്ളൂ. ഇരുട്ടുള്ളപ്പോഴേ വെളിച്ചത്തെ കുറിച്ച്. ഇതുപോലെ ആത്മാവിൽ ദുഃഖം ഉണ്ടാകുമ്പോൾ ആ സുഖം എവിടെയെന്ന് അന്വേഷിക്കും. അപ്പോൾ അറിവുള്ളവരുടെ അടുത്ത് ചെല്ലും. അപ്പൊ അവർ പറഞ്ഞു കൊടുക്കും, നിന്നിൽ തന്നെ കാണുക സ്വർഗ സുഖമുണ്ടെന്ന്, 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 നിന്നിലുള്ള ദോഷം തീർക്കാൻ സ്വർഗ സുഖം കണ്ടെത്താം. നിന്നിലുള്ള ദോഷം തീർക്കാൻ സ്വർഗ
ലോകത്തിൽ പരിശ്രമിക്കും. അങ്ങനെ ആ അറിവിൽ നിന്നുകൊണ്ട് ഒരു വലുത് ഈ ലോകത്തിൽ പരിശ്രമിക്കും. അങ്ങനെ പരിശ്രമിച്ച പലരിലും ചെറുതായൊക്കെ വെളിച്ചവും തെളിച്ചവും ഒക്കെ ഉണ്ടായി. അവരാണ് പല വിധത്തിൽ വേദഗ്രന്ഥങ്ങളൊക്കെ നിർമ്മിച്ചു വെച്ചത്. ആ വേദഗ്രന്ഥം നിർമ്മിക്കാൻ അവർക്ക് നിദാനമായി നിലകൊണ്ട ആത്മപ്രകാശം, അത് ആ ആത്മപ്രകാശം ഓരോ ആത്മാവിലും ഉണ്ടായെങ്കിലേ ആത്മാവിനെ കാണാൻ കഴിയുള്ളൂ. അല്ലാതെ ഒരു ഗ്രന്ഥം വായിച്ചത് കൊണ്ട് മാത്രം അത് സാധിക്കില്ല. ആ ഗ്രന്ഥം വായിച്ച് ഗ്രന്ഥത്തിൽ പറയുന്ന പ്രകാരം ജീവിക്കാൻ എല്ലാവർക്കും കഴിയുന്നില്ല. അങ്ങനെ പലവിധ പോരായ്മകൾ നിരന്തരമായി ലോകത്തിൽ സംഭവിച്ച് ഗ്രന്ഥങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ പോലും പലരും വ്യാഖ്യാനിക്കുന്നത് പല രീതിയിലാണ്. പല രീതിയിലാണ്. കാരണം അവരവരുടെ അറിവിൽ നിന്നുകൊണ്ടാണ് പലതിനെയും വ്യാഖ്യാനിക്കുന്നത്. സ്ഥാവരാണ് ഹിമാലയ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഹിമാലയത്തിൽ ചെല്ലണമെന്നാണ്. എല്ലാവരും ഹിമാലയത്തിൽ വസിക്കണമെന്നാണ്. അപ്പോ ഇവിടുന്ന് വണ്ടി പിടിച്ച് ടൂറിസ്റ്റുകളായ ഓരോരുത്തരും തീർത്ഥാടനം ചെയ്യാണ് ഹിമാലയത്തിലേക്ക്. അപ്പോ അവിടെ ചെന്ന് കുറെ ദിവസം അവിടെ താമസിക്കും. അവിടെ സന്യാസിമാരായി സ്ഥിരമായി ജീവിക്കുന്നവരുമുണ്ട്. ആ സ്ഥാപനാണ് ഹിമാലയ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതല്ല. അതിന്റെ അർത്ഥം എന്താണ്? ശുദ്ധവും ശീതളവും പരിശുദ്ധവുമായ ഹൃദയം നിന്നിലുണ്ടാക്കി, ആ ഹൃദയത്തിൽ നീ തന്നെ അധിവസിക്കണം എന്നാണ്. ആ ഹിമാലയം നിന്റെ ഉള്ളിലാണ് ഉണ്ടാകുന്നത്. ആ ദുഷ്ടത ചെയ്യുന്ന അല്ലെങ്കിൽ ദുഷ്ടത ചിന്തിക്കുന്ന ഒരാളിന് എപ്പോഴും ഹൃദയം ചൂടുപിടിച്ചിരിക്കും. പരിശുദ്ധമായ ചിന്തകളും പരിശുദ്ധമായ കർമ്മങ്ങളും ചെയ്യുന്ന ഒരാളിന് എപ്പോഴും ഉള്ളിലൊരു സുഖമാണ്. തണുത്ത സുഖമാണ്. ലോകത്തിൽ എങ്ങും ലഭിക്കാത്ത ഒരു സുഖമാണ്. ആ സുഖം നിന്റെ ഉള്ളിൽ സ്ഥിരമായി നിർത്തണമെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. സ്ഥാപനാണ് ഹിമാലയ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. അതുപോലെ ഈ ലോകത്തിൽ ഇന്ന് നിലവിലുള്ള ഗ്രന്ഥങ്ങൾ ഓരോന്നും ഓരോരുത്തരും വ്യാഖ്യാനിക്കുന്നത് ഓരോ വിധത്തിലാണ്. അപ്പോൾ ആ ഗ്രന്ഥത്തിൽ കൂടി ഒരാളിന് പൂർണ്ണമായി രക്ഷ പ്രാപിക്കാൻ പറ്റുമോ? അങ്ങനെ വർഷങ്ങളായി അതിന്റെ പുറകെ അലയുകയാണ് പലരും. പൂർണ്ണതയിൽ എത്താൻ കഴിയുന്നില്ല. ഇതിനെല്ലാം പൂർണ്ണതയിൽ എത്തിക്കണമെങ്കിൽ സമ്പൂർണ്ണ ജ്ഞാന സ്വരൂപനാകുന്ന സദ്ഗുരുവിന്റെ സാമീപ്യവും അനുഗ്രഹവും ഉണ്ടാകണം. അനുഗ്രഹം ഉണ്ടാകണം. അനുഗ്രഹത്തിൽ ഒരു വിധത്തിലും ഗ്രന്ഥങ്ങൾ ഉപേക്ഷിച്ച് കളയണമെന്നതിന് അർത്ഥമില്ല. ഒരിക്കലും അല്ല. കാരണം അതൊരു ആത്മപ്രകാശത്തിലൂടെ നിർമ്മിച്ചതാണ്. പക്ഷേ അതിന്റെ പരിപൂർണതയിൽ എത്തിക്കാൻ ഗുരുവിന്റെ സാന്നിധ്യവും അനുഗ്രഹവും വേണമെന്നാണ് അതിനർത്ഥം. കാരണം ഒരാൾ പരിശുദ്ധമായ ജീവിതം ചെയ്ത് ഒരു ആത്മപ്രകാശ കാഴ്ചയുണ്ടായി. ആ പ്രകാശത്തിന്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ തോന്നിയതെല്ലാം അവിടെ എഴുതി ഉണ്ടാക്കി വെച്ചപ്പോൾ ആ ഓരോ പദങ്ങളിലും അല്ലെങ്കിൽ ഓരോ ശ്ലോകങ്ങളിലും
നിർവചിച്ചിരിക്കുന്ന കാര്യത്തെ പൂർണ്ണമായി ചിന്തിക്കുവാനോ പൂർണ്ണമായി അതിനെ ഹൃദയത്തിലേക്ക് ആവാഹിക്കുവാനോ രണ്ടാമതൊരാളിന് പരിപൂർണമായി സാധിക്കുകയില്ല എന്നുള്ളതാണ്. സത്യമേ സത്യം, അത് രണ്ടാമതൊരാളിന് സാധിക്കുകയില്ല. കാരണം അദ്ദേഹം കണ്ട കാഴ്ചയെ ലോകരീതിയിൽ അവതരിപ്പിച്ചതാണ് ഈ ഗ്രന്ഥം. ഈ ഗ്രന്ഥം അങ്ങനെ ഉണ്ടായതാണ്. അപ്പോൾ ഒരിക്കലും രണ്ടാമതൊരാളിന് അതേപോലെ അത് പെട്ടു എന്ന് വരില്ല. എന്ന് വിചാരിച്ച് ഗ്രന്ഥം ഉപേക്ഷിക്കണമെന്നല്ല. ഈ ഗ്രന്ഥം അത്യാവശ്യമാണ്. ലോകത്തിലെ പല കാര്യങ്ങൾക്കും ഇന്ന് നമ്മുടെ വേദഗ്രന്ഥങ്ങളെല്ലാം ഉപയോഗപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഭാരതത്തിന്റെ ഈ പവിത്രത തന്നെ ഈ ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ ശാസ്ത്രലോകം, വലിയ ശാസ്ത്രജ്ഞന്മാരൊക്കെ നമ്മുടെ ഭഗവത്ഗീത എടുത്ത് വളരെയേറെ പഠിക്കുകയും അതിൽ നിന്ന് പല കാര്യങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും ഗ്രന്ഥം ഉപേക്ഷിക്കണമെന്നല്ല. പക്ഷേ ഈ ഗ്രന്ഥത്തെ മാത്രം അടിസ്ഥാനപ്പെടുത്തി നമ്മൾ മുമ്പോട്ട് ജീവിക്കാൻ നോക്കിയാൽ ആത്മാവ് അതിന്റെ ഉത്ഭവസ്ഥാനത്തേക്ക് എത്തുകയില്ല. ആത്മാവിൽ ചെറിയ വെളിച്ചമൊക്കെ ഉണ്ടാകും. ഈ ലോകത്തിൽ സദാചാര ബോധത്തോടുകൂടി ജീവിക്കാനുള്ള ഒരു അറിവുണ്ടാകും. ആത്മാവിനെ അതിന്റെ ഉത്ഭവസ്ഥാനത്തേക്ക് അഥവാ പരമാത്മപദത്തിലേക്ക് ഉയർത്തണമെങ്കിൽ പരമാത്മാവാകുന്ന സദ്ഗുരുവിന്റെ മഹാസാന്നിധ്യം തന്നെ വേണം. ആ സാന്നിധ്യം ഉണ്ടെങ്കിലേ പറ്റൂ. ആ തിരുഹൃദയത്തിൽ തീരുമാനം ഉണ്ടായെങ്കിലേ ഒരു മനുഷ്യാത്മാവ് പൂർണ്ണതയിലേക്ക് ഉയരുകയുള്ളൂ. ആ തീരുമാനം ഉണ്ടാകണമെങ്കിൽ ആ ആത്മാവ് പരിശുദ്ധമായെങ്കിലേ പറ്റൂ. എന്റെ കുഞ്ഞ് ഞാൻ പറഞ്ഞത് കേട്ട് ജീവിച്ചു, അപ്പോൾ അവൻ പരമപരിശുദ്ധമായ അവസ്ഥയിലേക്ക് ഉയർന്നു വന്നിട്ടുണ്ട് എന്ന് ഗുരുവിന്റെ ഹൃദയത്തിൽ അനുഭവപ്പെട്ടു കഴിഞ്ഞാൽ അപ്പോൾ അവിടേക്ക് എത്തി വസിക്കുകയാണ് ആനന്ദരൂപൻ. അങ്ങനെ ഭക്തന്മാരുടെ ഉള്ളത്തിൽ നിത്യം വാഴും ജഗദീശൻ.
പരിശുദ്ധന്മാരായ ഭക്തന്മാരുടെ ഹൃദയത്തിലാണ് പരമാത്മാവിന്റെ അധിവാസം. ആ പരമാത്മാവിന്റെ അധിവാസത്താൽ പരമാനന്ദം ഉണ്ടാകും. ആ പരമാത്മാ അധിവാസത്തിനുള്ള പരമാർത്ഥത്തെ തെളിയിക്കുവാൻ സദ്ഗുരുവാകുന്ന ജഗദീശ്വരൻ ശുഭാനന്ദ നാമത്തിൽ ഇതാ ലോകത്തിൽ പ്രത്യക്ഷമായി വാഴുന്നു. ആത്മലോകം